ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കസ്റ്റാർഡ് പുഡിംഗ് ആണിത്. നമുക്ക് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് 100 ഗ്രാമിൻ്റെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്റർ അല്ലെങ്കിൽ 500 ml പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ പാല് തിളക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കസ്റ്റാർഡ് പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത പാല്, അതായത് 1/4 കപ്പ് തണുത്ത പാല് ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ചൂട് പാൽ ഒഴിക്കരുത്, തണുത്ത പാലായിരിക്കണം. ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് പേസ്റ്റ്. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്തായാലും 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടി വരും 1/2 ലിറ്റർ പാലിലേക്ക്. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലാക്കുക. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്, ബാക്കിയെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി ഇനി നമ്മൾ കസ്റ്റാർഡ് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മിൽക്കിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസ്റ്റാർഡ് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ അപ്പം തന്നെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് പോവും. ഒരു കൈ കൊണ്ട് ചേർത്ത് കൊടുക്കുക, മറ്റു കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ബെറ്ററാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇത് കുറുകിയിട്ട് വരണം നമ്മുടെ കസ്റ്റാർഡ് മിക്സ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടി പിടിച്ച് പോകാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ ഇടുക, എന്നിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. ഒന്ന് കുറുകിയിട്ട് വരണം. ഒരു 3 മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ഒന്ന് ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഒന്ന് സെറ്റായി വരട്ടെ ഇത്. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പുഡിംഗ് ട്രേ എടുക്കുക, അതിലേക്ക് കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂടോട് കൂടി ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നാൽ നന്നായിട്ട് സെറ്റായിട്ട് കുറുകിയിട്ട് പോകാനും പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കുറച്ച് ചേർത്തിട്ട് ഒരു ലെയർ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാനാണ് പോകുന്നത്. കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കുറുകി പോവാതെ ശ്രദ്ധിക്കുക. ഇരിക്കുന്തോറും അത് സെറ്റായിട്ട് വരും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇത്രയും ആവേണ്ട, അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ലെയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറൊരു ലെയർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റാർഡിൻ്റെ ഒരു ലെയർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കേക്ക്സ് ആണ്. ഇതുപോലത്തെ മിനി കേക്ക്സ് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ എലൈറ്റിൻ്റെ മിനി കേക്ക്സ് ആണ്, ചോക്കോ കേക്ക്സ് ആണ്. ഇതുപോലത്തെ ചെറിയ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ അടുത്ത ലെയറായിട്ട് കൊടുക്കുന്നത് ഈ ഒരു കേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് ഓരോ ലെയറാക്കിയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ക്രംസ് ആക്കിയിട്ട് മുകളിൽ പൊടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ സെക്കൻഡ് ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിലൂടെ വീണ്ടും കസ്റ്റാർഡ് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സാൻഡ്വിച്ച് രൂപത്തിലായി കിട്ടും. അപ്പോൾ നമുക്കൊരു 2-3 ലെയർ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ 3ാമത്തെ ലെയർ ആക്കിയിട്ട് കസ്റ്റാർഡ് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. അതും ഇതുപോലെ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീമിൻ്റെ ലെയർ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ പുഡിംഗ് എന്താ ഇതുപോലെ 3 ലെയറായി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടും കഴിക്കാവുന്നതാണ്. ഞാനിത് അതിൻ്റെ മുകളിൽ കുറച്ച് ഉണക്കമുന്തിരി അതുപോലെ ബദാം ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കിഡിലൻ ടേസ്റ്റാണ്.
ഇതുപോലെ കൂടുതൽ റെസിപ്പീസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്